ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മലബാർ സൈഡിലെ നാടൻ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അരീരം എന്നാണ് നമ്മളെ നാട്ടിൽ ഇതിനെ പറയാറ്. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ് ഇത്. നമുക്ക് കുറേ നാൾ കേടുകൂടാതിരിക്കും, അതുകൊണ്ട് തന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകാറുള്ള ഒരു അപ്പം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് പച്ചരിയും അരക്കപ്പ് ചോറ്റരിയും എടുത്തിട്ടുണ്ട്. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി കേട്ടോ അത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി ഒരു അരമുക്കാൽ മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വെള്ളം ഒന്ന് ആറാൻ വേണ്ടി വെക്കണം. വെള്ളം നന്നായിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് നൈസായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് അരിച്ചെടുക്കണം. ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലോണം തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ലാസ്റ്റ് വരുന്ന ഈ ഒരു തരി പോലുള്ളത് നമുക്ക് കളയാം. അപ്പോൾ നല്ല നൈസായിട്ട് അരിച്ചെടുത്തിട്ട് അരിപ്പൊടിയുടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ അപ്പക്കാരം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പിൽ കുറവ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു അപ്പത്തിന് ആവശ്യമായിട്ട് ശർക്കര പാനി തയ്യാറാക്കണം. അപ്പം ഞാനെടുത്തത് അരക്കപ്പ് ചോറ്റരിയും അരക്കപ്പ് പച്ചരിയാണ്. അപ്പോൾ അതിന് മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കിലോ 250 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരു 1/4 കപ്പിലും കുറവാണ്. 1/4 കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്ത് കഴിഞ്ഞാൽ എത്ര വെള്ളം ഉണ്ടാവും അത്ര വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടി വെക്കുക. കുറച്ച് കട്ടിയുള്ള ശർക്കര പാനി കേട്ടോ തയ്യാറാക്കേണ്ടത്. ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമാക്കി വെക്കണം, കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. എന്നിട്ട് ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരിപ്പൊടിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചൂട് കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ പത്തിരിക്കൊക്കെ മാവാക്കി വെക്കുമല്ലോ, ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ചൂടുള്ളതുകൊണ്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് കുഴച്ച് ഇതിപ്പോൾ കുറച്ചൊരു സോഫ്റ്റാണ്, പക്ഷേ ഇത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും അത് കറക്റ്റ് ഒരു പരുവത്തിലായി കിട്ടും. നമ്മൾ പത്തിരിയുടെ മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ എന്തായാലും ആയി കിട്ടും. അപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. ഇനി ഇത് ചെറിയൊരു വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ പത്തിരിയൊക്കെ പരത്തിയെടുക്കുന്നില്ല, അതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. കയ്യിലൊന്ന് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ചെറിയൊരു ഹോളും കൂടി ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡ് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 1 സൈഡ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് ഇത് 2 സൈഡും നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അരീരം അപ്പം ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അരിയപ്പാണ് ഇത്. ഏറെ നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കടിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി വെക്കി കഴിഞ്ഞാൽ 1-2 ആഴ്ചത്തേക്ക് പിന്നെ നമ്മൾ കടിയാക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.